അത് കണ്ടോ? നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? അവൻ അറിയാതെ പിന്തുടരാനല്ലേ? എന്നിട്ട് ജെയിംസ് ബോണ്ടിനെ പോലെ പോവാ. അവൻ എത്ര ഭയങ്കരനാണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷനാവാ. ഞാൻ അവരുടെ പുറകെ തന്നെ വരികയാണ്. ഇനി മിണ്ടാതിരിക്കെ, ഇല്ലെങ്കിൽ അവൻ വീണ്ടും കണ്ണുവെടിച്ചു പോകും. ഒരു കാര്യം ചെയ്യാം, പോലീസിനെ ഫോൺ ചെയ്യാം ഇപ്പൊ തന്നെ. ഇപ്പൊ നമ്മള് പോലീസിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ എന്തൊരു തിരക്കാ. അവനെ രക്ഷപ്പെടാൻ വളരെ എളുപ്പമായിരിക്കും. ആദ്യം അവനെ ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തിറക്കണം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നത്? ബുൾബുൾ, നീ ഇവിടെ? പ്രണവ്, നീയാണോ പറഞ്ഞ ഇവളോട്? പ്രീതി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ഇവള് 2-3 തവണ എന്നെ ഫോൺ ചെയ്തിരുന്നു, പക്ഷെ ഞാൻ ഫോൺ പോലും എടുത്തില്ല. പിന്നെ എങ്ങനെ പറയുന്നത്? എക്സ്ക്യൂസ് മീ, നീ എന്താ എന്റെ ഫോണൊന്നും എടുക്കാത്തെ? നീ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കായിരുന്നോ? അത് മാത്രല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ഹിഡൻ പോലീസിന്റെ ഗെയിം കളിക്കുന്നത്? പ്രണവ്, ഞാൻ പറയുന്ന കേക്ക്. ഇവളോട് എത്രയും പെട്ടെന്ന് തിരിച്ചു വീട്ടിൽ പോകാൻ പറ. ചേച്ചി, ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ബുൾബുൾ പ്ലീസ്, പറയുന്നത് കേൾക്ക. പ്രിയച്ച് പറയുന്നത് ശരിയാ. നീ ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നൊക്കെ ഞാൻ വന്നിട്ടെല്ലാം വിഷ്ണുട്ട് പറയാം. പ്രണവ്, ഞാൻ പറഞ്ഞില്ല എനിക്കൊന്ന് കേൾക്കണ്ട. ഞാൻ എവിടെയും പോകുന്നില്ലെന്ന്. എനിക്ക് അറിഞ്ഞേ പറ്റും നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. ഇനി നിങ്ങൾ എനിക്ക് വല്ല സർപ്രൈസ് ഒരുക്കിയതാണെങ്കിലും. ബുൾബുൾ, ഇങ്ങനെ വാശി പിടിക്കാതെ. വാശി പിടിക്കുന്ന നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് അറിഞ്ഞേ പറ്റൂ. ദാറ്റ്സ് ഇറ്റ്. ബുൾബുൾ, നീ ആദ്യം പറയുന്നൊന്ന് മനസ്സിലാക്കാം. നീ എന്തായാലും കാര്യം പറയും ഇവളോട്, ഇല്ലെങ്കിൽ ഇവിടെ ഒന്നിനും നമ്മളെ സമ്മതിക്കില്ല. അത് ഞങ്ങൾ ഒരാളുടെ പുറകെ ഇറങ്ങിയതാ. പുറകെയോ? ആരുടെ? അത് പിന്നെ എവിടെയാണ്? എവിടെ? ഓ നോ, ബൾബിൾ നോക്ക്. നീ കാരണം അവൻ വീണ്ടും രക്ഷപ്പെട്ടു. എന്റെ ഭാഗത്ത് എന്താ തെറ്റ്? ഞാൻ എന്താ ചെയ്തേ? നീ ഞങ്ങളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു. അങ്ങനെ അവൻ രക്ഷപ്പെട്ടത്. ഓക്കെ, സോറി. പ്രിയച്ചി, റിലാക്സ് ആവാ. നമുക്കൊരു കാര്യം ചെയ്യാം. അവൻ എന്തായാലും കൂടുതൽ ദൂരത്തേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. You are 5 minutes late. ചേച്ചി, എന്തു പറ്റി? നിന്റെ കൂട്ടുകാരന്റെ മെസ്സേജാ, വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. എവിടെയാ വെയിറ്റ് ചെയ്യുന്നത്? ഇവിടെ അടുത്ത് തന്നെയാ. ഏതോ ഒരു ഇൻവെസ്റ്ററിന്റെ കൂടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ ഞാൻ വേഗം തിരിച്ചു വരാം. ചേച്ചി, അതിലൊരു പ്രോബ്ലം വരില്ല. ചേച്ചി പൊയ്ക്കോ. ചേച്ചി അവിടെ പോയി അയാളെ കണ്ടിട്ട് വാ. ഞാനും ബുൾബുളും കൂടി എല്ലാം മാനേജ് ചെയ്തോളാം. ചേച്ചി ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി, നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചോട്ടോ. അല്ല പ്രണവ്, നമ്മളിപ്പോ എങ്ങോട്ടാന്ന് വെച്ചാ? ഞാൻ വിചാരിച്ചത് ഈ ഇൻവെസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് ഏതെങ്കിലും റെസ്റ്റോറന്റിലായിരിക്കുന്ന. ഇതൊരു ക്ലബ്ബാണല്ലോ. ഇവിടെ എങ്ങനെ ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ നടത്തുക? എന്നിട്ട് ഇദ്ദേഹം എവിടെ? ഇനി വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവോ? കണ്ടോ ഞാൻ എങ്ങനെയാ പാടുന്നതെന്ന്? ഞാൻ പറഞ്ഞതിന് 5 മിനിറ്റ് ലേറ്റായാ വന്നിരിക്കുന്നത്. ദീസ് ആർ മൈ ഇൻവെസ്റ്റേഴ്സ്, മിസ്റ്റർ മുരുകൻ ആൻഡ് മിസ്സിസ് രഘുവരൻ. മിസ്സസ്? ഓക്കെ, മിസ്സിസ് റിയ രഘുവരൻ ഇങ്ങോട്ടേക്ക് വരൂ. ഓ, പിന്നെ നിങ്ങൾ മാസ്റ്റർ എന്ന് വിളിക്കുന്ന മിസ്റ്റർ മൂർത്തി. ഹലോ മിസ്റ്റർ മൂർത്തി, എന്തു പറ്റി? നിങ്ങൾ ആദ്യം ഒന്ന് നേരെ നിൽക്കാൻ നോക്ക്. പിന്നെ കുറച്ചുകൂടെ ഡീസന്റ് ആയ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഇത്ര ലൗഡ് മ്യൂസിക്കിന്റെ ഇടയിൽ എങ്ങനെ മീറ്റിംഗ്? ഷുവർ, മീറ്റിംഗ് ഒക്കെ നമുക്ക് നടത്താലോ. അത് മാത്രമല്ല, ഇവർക്കുള്ള ഡിമാൻഡ്സ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞെന്നുള്ള കാര്യം എന്നോട് എന്താ പറയാത്തെ? ഞാൻ എത്ര പ്രധാനപ്പെട്ട ജോലി പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നെന്നറിയോ? ഇത് അറിഞ്ഞെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ആ ജോലിയൊക്കെ പിന്നീട് നമുക്ക് ചെയ്തു തീർക്കാലോ. ഈ ജോലി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് നീ എന്റെ കൂടെ ഡാൻസ് ചെയ്തേ പറ്റൂ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന്റെ ഇടയിൽ ഞാൻ ഡാൻസ് ചെയ്യാൻ വന്നു കരുതിയേ. ഡാൻസ് എന്തായാലും നീ ചെയ്തേ പറ്റൂ. അതെന്താ, നിർബന്ധമാണോ? മനസ്സിലാക്കാനൊന്നുമില്ല. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലേ കൂടെയുള്ളത്, മിസ്റ്റർ മൂർത്തി ആൻഡ് മിസ്സിസ് രഘുവരൻ. ഇവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരൊരു ആഡ് ചെയ്യാൻ പോവാണ്. അതിലൊരു ഡാൻസ് സീക്വൻസ് ഉണ്ട്.
ബിക്കോസ് മിസ്സിസ് രഘുവരനെ സോ അതും അവർ ആഗ്രഹിക്കുന്നത് നീ തന്നെ ഇതിൽ ഡാൻസ് ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് ഇവർക്ക് കാണേണ്ടത്. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞതാ, നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി എന്നൊക്കെ പറയുന്നതേ സിസ്ലിംഗ് ആണെന്ന്. ഇവര് വിശ്വസിക്കുന്നില്ലെന്ന് കാണണമെന്നാ പറയുന്നത്. ആഡ് ഇദ്ദേഹമല്ല ചെയ്യുന്നേ, അപ്പൊ ഡാൻസോ ഇദ്ദേഹം തന്നെ ചെയ്തോളും. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറയുമോ? എന്ത് ബോധം? അത് നീ മുമ്പുണ്ടായിരുന്ന പ്രിയായിരുന്നെങ്കിൽ മനസ്സിലാക്കിയാണ്. ആ പ്രിയയും നീയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അവക്കും ഡാൻസിന് പേടിയാണ്, നിനക്കും ഡാൻസിന് പേടിയാണ്. എനിക്ക് പേടിയൊന്നുമില്ല. പേടിയൊന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്താ ഡാൻസ് ചെയ്യാത്തെ? പറ, നീ എന്താ ഡാൻസ് ചെയ്യാത്തെന്ന്? ഇത് നിങ്ങൾ എന്നെ നിനക്കറിയോ? അതായത് ഹ്യൂമൻ സൈക്കോളജി ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യന്മാർ പെട്ടെന്ന് മാറ്റത്തിന് വിധേയമാവുമല്ലോ. അതിന്റെ ഭാരം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുമെന്നറിയില്ല. എങ്കിലും ഈ പറയുന്ന ആളിന്റെ അകം വളരെ ഇമോഷണൽ ആണ്. അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിൽ തെളിയിച്ച് കാണിക്കേ. നോക്കൂ, നിങ്ങൾ എന്നെ വെറുതെ ഈ ബുൾബുളും പ്രണവും ഇവിടേക്ക് എന്താ വന്നത്? തൽക്കാലം എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഉടനെ തിരിച്ചു വരാം. എന്താ പ്രാക്ടീസ് ചെയ്യാനാണോ? അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്ന? അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് ചേച്ചി. എന്ത്? അതേ ചേച്ചി, ഞങ്ങൾ അയാളുടെ പുറകെ തന്നെ വന്നത്. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബുൾബുൾ ഇദ്ദേഹത്തിന് ഭ്രാന്തായെന്നാ തോന്നുന്നത്. എന്നോട് ഡാൻസ് ചെയ്യണമെന്ന് പറയാ ഇവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച്. ഇനിയിപ്പോ ആ ഡെക്കറേറ്റർ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്ന എങ്ങനെ കണ്ട അയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവില്ലേ? ഇതൊരു നല്ല ഐഡിയ അല്ലേ? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചേച്ചി എന്തായാലും ഡാൻസ് ചെയ്യണം. അങ്ങനെ ചേച്ചി ഡാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബുൾബുൾ ഗാർഡിന്റെ അടുത്ത് പോയി എല്ലാം സംസാരിക്കും. എന്നിട്ട് അതിനുശേഷം ആ ഡെക്കറേറ്റർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഗാർഡ് എന്തായാലും അയാൾ പിടിച്ചോളും ചേച്ചി. ബ്രില്യന്റ് ഐഡിയ ബുൾബുൾ. പക്ഷെ ഞാൻ എങ്ങനെ ഡാൻസ്? അയ്യോ എന്റെ ചേച്ചി, അതിന് എന്തിനാ ഇത്രക്ക് ടെൻഷൻ അടിക്കുന്നേ? ചേച്ചി ടെൻഷനൊക്കെ മാറ്റി വെച്ച് അങ്ങോട്ട് ചെല്ല്. ഞങ്ങൾ അയാളെ ഇവിടെയൊക്കെ നോക്കാം. നീ പോയി ചേട്ടനോട് ഡാൻസ് ചെയ്യ്. ഓ, നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ഫാൻസിനെ എന്റർടൈൻ ചെയ്യിക്കണ്ടേ? എന്താ? എനിക്കറിയാവുന്നതല്ലേ നിങ്ങൾ വളരെ നന്നായി ഡാൻസ് ചെയ്യുന്നു. പക്ഷേ അന്ന് എന്റെ ഡാൻസ് കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാൻസ് എന്റെ ഫാൻസായി മാറിയിരിക്കുകയാണെന്ന്. എക്സ്ക്യൂസ് മീ, ഇങ്ങ് വന്നേ. ഞാൻ നിന്നെ ഡാൻസ് ചെയ്യാനാ വിളിപ്പിച്ചേ, അല്ലാതെ കോമഡിക്ക് വേണ്ടിയല്ല. എന്റെ കൂടെ ഡാൻസ് ചെയ്ത നിങ്ങളെ കൊമേഡിയൻ ആവുക. വരൂന്നേ, ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ രക്ഷപ്പെട്ട് കാണുന്ന. എങ്ങോട്ടാ പോയത് അവൻ? ചേച്ചി ആ വഴിയാ പോയത്. നോക്കൂ, നമ്മൾ ഇതുപോലെ 3 പേരും ഒരുമിച്ച് ഒരേ സ്ഥലത്തേക്ക് പോയാ അവനെ കിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇങ്ങോട്ട് പോവൂ, ഞാൻ ഈ സൈഡിൽ പോയി നോക്കാം. ശരി, വാ പോം. ഇവൾ ഇത്ര പെട്ടെന്ന് ഒന്നും പറയാതെ എവിടേക്കാ ഓടിപ്പോയത്? എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അവളെ. ഇനി ഇദ്ദേഹത്തിന് എന്താ വേണ്ടേ? ഹലോ, ഞാനിവിടെ ഒരു മണ്ടനെ പോലെ നിന്നെ കാത്തു നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നേ. ഞാൻ പബിന്റെ അടുത്ത് നിന്നെയും കാത്തു നിൽക്കുക. നോക്കൂ, എനിക്കിപ്പോ തിരികെ വരാൻ കഴിയില്ല. നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ. വരാൻ കഴിയില്ലെന്ന് പറഞ്ഞാ? നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് ഞാൻ എന്തായാലും ചെയ്തല്ലോ.
നോക്കൂ, എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ജോലിയുണ്ട്. അതിനു വേണ്ടി എനിക്ക് ബിസിനസ് ഡീൽസിനേക്കാളും പ്രധാനപ്പെട്ട എന്ത് ജോലിയാണ് നിനക്കുള്ളത്? ആ പറയ്. ഡാൻസ് കഴിഞ്ഞ് നീ ഒന്ന് വെയിറ്റ് ചെയ്ത് പോലും ഇല്ലല്ലോ അവിടെ. എന്താ അങ്ങനെ ഒരു അത്യാവശ്യം? നാളെ വേണമെങ്കിൽ അവരെ കാണാലോ. അർജൻസി ഒന്നും അല്ല, ഇതിനാണ് ഇൻസൾട്ടിംഗ് എന്ന് പറയുന്നത്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ എന്റെ പേര് ചീത്തയാക്കാൻ നടക്കുകയല്ലേ? നോക്കൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിച്ചു കൂട്ടാം. എനിക്കിപ്പോ ഇതൊന്നും കേൾക്കാനുള്ള സമയമില്ല. അതിന് നീ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്താ മരിച്ചു പോവോ? ഗോ ടു ഹെൽ മാൻ. ആക്സിഡന്റ് ആയി. ഐ വിൽ കോൾ യു ബാക്ക്. എന്താ? ഹലോ, ആക്സിഡന്റ്? അതെ, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? ഇയാളെ എന്റെ വണ്ടിയിലോട്ട് കയറ്റ്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. കം ഓൺ ക്വിക്ലി. അച്ഛമ്മയുടെ ഫോണോ? ഹലോ അച്ഛമ്മ. പ്രിയ, നിന്നെ അഭി ശല്യമൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല അച്ഛമ്മ, ഞാനിപ്പോ പുറത്ത് നിക്ക. ഒരാളുടെ പുറകെ വന്നതാ. ആരുടെ പുറകെയാ പോകുന്നേ? അന്ന് എന്നെ കൊല്ലാൻ നോക്കിയില്ലേ ഒരാൾ അച്ഛമ്മ, അയാളുടെ പുറകെ. ഞങ്ങൾ രണ്ടുപേരും അവനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാ. അയ്യോ, നീ എന്തിനാ അയാളുടെ പുറകെയൊക്കെ പോകുന്നത്? പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ നിനക്ക്? പ്രണവന്തിയെ? പ്രണവ് വേറൊരു വഴിക്ക് അന്വേഷിച്ചു പോയിരിക്ക. അപ്പൊ അതിനർത്ഥം നീ ഒറ്റയ്ക്കാണെന്നല്ലേ? ഇല്ല, പെട്ടെന്ന് തിരിച്ചു വന്നേക്ക്. തിരിച്ചു വാ മോളെ. അച്ഛമ്മ, അച്ഛമ്മ എന്നെ പറ്റി ചിന്തിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. എനിക്കൊന്നും നീ പറ്റില്ല. അവിടെ കറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ എത്തണം. ഈ അവസ്ഥയിൽ നിന്നെ ഒറ്റയ്ക്കാക്കുന്ന കാര്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛമ്മ എന്താ മനസ്സിലാക്കാത്തെ? ഇയാളെ പിടികൂടാൻ ഇതിലും നല്ലൊരു അവസരം കിട്ടില്ല. ഇന്നിനി അയാളെ രക്ഷപ്പെട്ട് പോവാണെങ്കിൽ പിന്നെ ദൈവമേ, നീ ഒന്ന് തിരിച്ചു വാ. എനിക്ക് പേടിയാവുന്നു. എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. നോക്ക്, നീ ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി നിന്റെ അടുത്തേക്ക് വരൂ. നീ മനസ്സിൽ വെച്ചോ. അച്ഛമ്മ ഇവിടേക്ക് വരണ്ട, ഞാൻ വന്നോളാം. എന്റെ പൊന്നു ഭഗവാനെ, എന്റെ കൊച്ചിനെ കാത്തോളണേ. പ്രിയേച്ചി, ഇനി ഒരു കാര്യമില്ല പ്രണവ്. നമ്മൾ അന്വേഷിച്ച് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുക. അവൻ രക്ഷപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഇപ്പൊ സമയം ഒരുപാട് താമസിച്ചു. അച്ഛമ്മയുടെ ഫോണും വന്നു. അച്ഛമ്മ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ ടെൻഷനായിരിക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയില്ലെങ്കിൽ അച്ഛമ്മ ഇങ്ങോട്ട് വരുമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ആയിന്ന്. ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ എവിടെയാ ചേട്ടൻ? അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല മോളെ. എന്നോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ ആക്സിഡന്റ് ആയിന്ന് പറഞ്ഞ്. വണ്ടി ഇടിച്ച ആൾക്ക് എന്തോ പരിക്കുണ്ടെന്നാ തോന്നുന്നത്. ചിലപ്പോ അയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കാണും. പക്ഷെ പ്രിയേച്ചി, നമുക്ക് അയാളെ പിടിച്ചല്ലേ പറ്റൂ. അതിനുവേണ്ടിയല്ലേ പ്രിയേച്ചി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. വി ഹാവ് ടു ക്യാച്ച് ഹിം. പക്ഷെ എവിടെ പോയി അന്വേഷിക്കും നമ്മൾ? ഇപ്പൊ തന്നെ നേരെ ഇത്രയും വൈകി. ഇനി അയാളെ കണ്ടുപിടിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാ. അയാളെ നല്ല ദൂരത്തെത്തി കാണും. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് നമ്മൾ വീട്ടിൽ പോകുന്നതാ നല്ലത്. ശരി, വാ പോവാ. ഞാനിതിൽ മരുന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് വേണം. നോക്കൂ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അയാൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറയാം. താങ്ക് യു ഡോക്ടർ. അഭി മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പരിക്കൊന്നുമില്ലല്ലോ? അച്ഛമ്മയുടെ ചെറുമകൻ ഒരു റോക്ക് സ്റ്റാർ ആണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചെറിയൊരു ആക്സിഡന്റ് ആണ് നടന്നത്. അയാൾ എവിടെയോ ശ്രദ്ധയില്ലാതെ ഓടിപ്പോയതാ. വണ്ടിയുടെ മുന്നിൽ ചാടി. ആരാണ് അയാൾ? പിന്നെ അയാൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഡോക്ടറും പറഞ്ഞിട്ടില്ലേ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന്. അതൊക്കെ ശരി തന്നെയാ. ഈ ആക്സിഡന്റ് എങ്ങനെയാ സംഭവിച്ചത്? നീ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാഞ്ഞതെന്താ? അച്ഛമ്മ, ഇതൊക്കെ ലേഡി മുഖാമ്പ കാരണം സംഭവിച്ചല്ലേ. അവൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് വഴക്കടിച്ചുകൊണ്ടിരിക്കും. മനുഷ്യനെ വട്ടാക്കിക്കൊണ്ടിരിക്കും അച്ഛമ്മ. എനിക്ക് അവളുടെ വോയിസ് കേൾക്കുമ്പോണ്ടല്ലോ, ഞാൻ അവളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കരുത്, എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. 3 പ്രാവശ്യം ഫോൺ ചെയ്തു. ഈ 3 പ്രാവശ്യം ഞാൻ കട്ട് ചെയ്ത അച്ഛമ്മേ. പിന്നെയും വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു. അപ്പോഴാ ഇതൊക്കെ സംഭവിച്ചത്. അവക്ക് പേരിൽ മാത്രമേ ബോസുള്ളൂ. കാര്യങ്ങൾ നീക്കുന്നത് പ്യൂണിനെ പോലെ.
ഒട്ടും പ്രൊഫഷണൽ അല്ല, ഒരു ജോലി നേരെ ചെയ്യത്തില്ല. ഒരു ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗ് കളഞ്ഞിട്ട് അവൾ അവളുടെ പാട് നോക്കി പോയില്ലേ. എവിടേക്കാ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോ അവൾ പറയുവാ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ഉണ്ടെന്ന്. അതല്ല, അവൾക്ക് പൈസയും കാട്ടി ഇമ്പോർട്ടന്റ് വേറെന്താ? ഒന്നാം തരം നമ്പർ കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ?